കിച്ചു കിച്ചു അറിയാം. നമുക്കിപ്പോൾ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും രേണു കിച്ചു തമ്മിലുള്ള വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയാം. പക്ഷേ ഇതൊന്നുമല്ല ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് കിച്ചു ബിഗ് ബോസ് സീസൺ 8 മത്സരാർത്ഥിയായിട്ട് പോവുകയാണോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ചില പോസ്റ്റുകളൊക്കെ തന്നെ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയാസിൽ. അതായത് കിച്ചു ബിഗ് ബോസിലേക്ക് പോകാൻ പോകുന്നു, കിച്ചുവിന് ബിഗ് ബോസിൽ നിന്നും ക്ഷണം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൊന്തി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്തും ഞാനും കണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കിച്ചു ബിഗ് ബോസിലേക്ക് ഇത്തവണ പോകുന്നുണ്ടോ, കിച്ചുവിന് ബിഗ് ബോസിൽ നിന്നും കോൾ വന്നിട്ടുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുമ്പോഴും കിച്ചുവിനെ ബിഗ് ബോസ് ഇത്തവണത്തെ സീസണിൽ പങ്കെടുപ്പിച്ചാൽ ഒരു അത്ഭുതവുമില്ല എന്ന് വേണം എടുത്തു പറയാനായിട്ട്. കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം രേണു സുധി ബിഗ് ബോസിൽ പോയ കാര്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. രേണു അതിനുള്ളിൽ പങ്കെടുക്കുമെന്നുള്ളത്. പക്ഷേ രേണു അതിൽ പങ്കെടുത്തു. പക്ഷേ എന്ത് ചെയ്യാനെന്ന് പറയാം, രേണുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കാൻ പറ്റിയില്ല. രേണു മറിയാക്കിയിട്ട് ഇട്ടിട്ട് തിരിച്ചിറങ്ങിപ്പോയി. വലിയൊരു ആന മണ്ടത്തരമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം രേണുവിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യാതെ അവിടെ ചുമ്മാ ഒരറ്റത്ത് ഇരുന്ന ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഒരു 70-80 ദിവസം വരെയെങ്കിലും അന്ന് രേണു നിന്നിരുന്നെങ്കിൽ പോയേനെ, ഒന്നും ചെയ്യാതെ. അതാണ് ഹൈലൈറ്റ്, ഒന്നും ചെയ്യാതെ. പക്ഷെ രേണു ആ ഒരു തരത്തിൽ അവിടെ നിൽക്കാൻ പറ്റിയില്ല, തിരിച്ചിറങ്ങി വരുന്നൊരു പരുവത്തിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷെ കിച്ചുവിന് നമുക്കറിയാം, കിച്ചു വിഷയം ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു സംഭവമായി നിലവിലത്തെ സാഹചര്യം മാറിയില്ല. ബിഗ് ബോസിനെ സംബന്ധിച്ച വിവാദമാണ് അവരുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. ആര് വിവാദം ഉണ്ടാക്കുന്നു, ആരാണോ നിലവിലത്തെ സാഹചര്യത്തിൽ ആ ഒരു രീതിയിൽ ട്രെൻഡായിട്ട് നിൽക്കുന്നത്, അവരെയൊക്കെ തന്നെ ബിഗ് ബോസ് വിളിച്ച് അതിനകത്തോട്ട് കിട്ടുന്ന ഒരു രീതിയാണ് നമ്മൾ പല സീസണിലും കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇത്തവണ കിച്ചു ബിഗ് ബോസിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം എടുത്തു പറയാൻ. ഒരു കാര്യം തുറന്നു പറയാം, കിച്ചുവിന് നിലവിലത്തെ സാഹചര്യത്തിൽ ബിഗ് ബോസിൽ നിന്നും കോൾ വന്നിട്ടുണ്ടെങ്കിൽ, ബിഗ് ബോസിൽ നിന്ന് ഒരു ഓഫർ കിച്ചുവിന് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും വരാൻ സമയമുണ്ട്, ഇനിയിപ്പോൾ അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഷോ തുടങ്ങുന്നതെന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു കാര്യം കിച്ചുവിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിച്ചു അത് നിരസിക്കരുത് എന്ന് മാത്രമേ പറയാനൂ. അതായത് കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം കിച്ചു അതിൽ പങ്കെടുക്കണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ ആ ഒരു അവസരം അത് തീർച്ചയായിട്ടും വിനിയോഗിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു ബെറ്റർ ചാൻസ് കിച്ചുവിന് കിട്ടുകയാണെങ്കിൽ, കാരണം പറഞ്ഞാൽ കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയം. രേണുവിന് എത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നോ ചിലപ്പോൾ അതിൽ കൂടുതൽ സപ്പോർട്ട് ഇപ്പോൾ കിച്ചുവിന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ കിച്ചുവിന് പറ്റിയൊരു അവസരമാണ് ഇപ്പോഴത്തെ സീസൺ 8 ബിഗ് ബോസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചാൻസ് കിച്ചുവിന് ഇത്തവണ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും സമയമുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു അവസരം കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയാൽ കിച്ചു വിനിയോഗിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം എന്ന് പറയുന്നത് ഇതൊരു ബെറ്റർ അവസരമാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു തരത്തിൽ കിട്ടുകയാണെങ്കിൽ കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബാക്കിയുള്ള കിച്ചുവിൻ്റെ കയ്യിലാണ്. കാരണം എന്ന് പറയുന്നത് അതിനുള്ളിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ മാത്രമേ അവിടെ നിന്ന് പോകാൻ പറ്റും. നിന്ന് പോകുന്നതല്ല, ജയിക്കാനായിട്ടുള്ളൊരു ഇതുണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ഒന്നും പറയണ്ട, അറിയാം PR വർക്ക് കാര്യങ്ങൾ എല്ലാം ആ ഒരു രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സീസണിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ബിഗ് ബോസ് സീസൺ 8 ബിഗ് ബോസിന് വരുത്തിയിട്ടുണ്ട്. അതായത് കോമണേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിൽ കുറേ പേരെ കൊണ്ടുവരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ കിച്ചുവും ചെന്ന് കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ കിച്ചുവിന് സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ സപ്പോർട്ട് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം രേണുവിന് ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കിച്ചുവിന് സപ്പോർട്ട് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ സപ്പോർട്ട് മാത്രമല്ല, അത് വിനിയോഗിക്കാനായിട്ട് ഈ പറയുന്ന രീതിയിൽ കിച്ചുവിന് അതിനുള്ളിൽ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് കിച്ചുവിനൊരു തരംഗം ഉണ്ടാക്കാനായിട്ട് ഇത്തവണത്തെ സീസൺ 8 അങ്ങനെ ഒരു ചാൻസ് കിച്ചുവിന് കിട്ടിക്കഴിഞ്ഞാൽ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കിട്ടിയാൽ തീർച്ചയായിട്ടും കിച്ചു അത് നിരസിച്ച് കളയരുത്, അതിൽ പോകണം, പങ്കെടുക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെറ്റർ അവസരമാണ് ഇപ്പോൾ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. അത് കിച്ചു വേണ്ട വിധത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിനുള്ളിൽ തന്നെ കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സപ്പോർട്ട്, അതോടൊപ്പം തന്നെ അതിനുള്ളിലെ ഒരു പ്രകടനം, അത് ഏത് രീതിയിലോട്ട് ആയിരിക്കും എന്നത് അടിസ്ഥാനമാക്കിയായിരിക്കും പിന്നെ കിച്ചുവിന്റെ മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത്. അതുകൊണ്ട് കിട്ടിയ അവസരം പാഴാക്കാതിരിക്കുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസരം ബിഗ് ബോസിൽ നിന്ന് വന്നാൽ, കാരണം ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് കിച്ചുവിനെ പോലൊരു വ്യക്തിക്ക് ആ ഒരു തരത്തിലൊരു കോള് ബിഗ് ബോസിൽ നിന്ന് വന്നാൽ അത് തീർച്ചയായിട്ടും ഞെട്ടേണ്ടതില്ല. കാരണം ബിഗ് ബോസിന് വേണ്ടത് എന്താണോ, ബിഗ് ബോസിന് ഈ പറയുന്ന രീതിയിൽ നിലവിൽ അവർ നോക്കുന്ന ആ ഒരു സംഭവ വികാസങ്ങൾ എന്താണോ അതെല്ലാം നിലവിൽ കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന കാര്യം യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ കിച്ചുവിനെ ബിഗ് ബോസിൽ നിന്നും വിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിലവിൽ കിച്ചുവിൻ്റെ കയ്യിലാണ് ബാക്കിയെല്ലാം. കിച്ചു ഒരു ഗുഡ് ഡിസിഷൻ എടുക്കുക, അതിൽ പങ്കെടുക്കുക തന്നെ വേണമെന്ന് തന്നെയാണ് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ വെറുതെ പങ്കെടുത്തിട്ട് കാര്യമില്ല, കാരണം വീട് പോയിട്ട് തിരിച്ചു വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടും കൽപ്പിച്ച് അവിടെ എല്ലാ രീതിയിലും ആളുകളെ കയ്യിലെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടായിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസിൽ നിന്നും അങ്ങനെ ഒരു
ക്ഷണം കിച്ചുവിന് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ, അത് ഒരു അപ്രതീക്ഷിത എൻട്രി ബിഗ് ബോസിലേക്ക് കിച്ചുവിൻ്റെ സീസൺ 8ലേക്ക് ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇനിയിപ്പോൾ അധികം ഡേയ്സ് ഇല്ല. തീർച്ചയായിട്ടും ബിഗ് ബോസിൻ്റെ ബാക്കി കലാപരിപാടികളെല്ലാം തന്നെ അണിയറ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോൾ വൈകാതെ തന്നെ പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പല രീതിയിലുള്ള പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരു പേരാണ് ഇപ്പോൾ കിച്ചുവിൻ്റെ പേര്. ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ കിച്ചുവിൻ്റെ പേര് വളരെ വലിയ തോതിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല.